കണ്ടമ്പയോട് കേട്ടിട്ട് നിങ്ങൾ കണ്ടമ്പൈ തകരക്കറി കണ്ടമ്പയോട് ആട് ഓടല്ലേ സെക്യൂരിൻ്റെ ഓട്ടെ ദ്വീപ് മൊത്തം ഓടി നല്ല രസമുള്ള വീട് അല്ലോ തിരകൂടി അതന്നെ എന്ത് തിരിക്ക് തിരകൂടി അപ്പോ ഇടക്കാ തിര കൂട്ടിരിക്കും അമ്മോ തിരകൂടി ഡേഞ്ചറായി പെട്ടെന്ന് തിരിച്ചു പോകണ്ട തിരകൂടി കായ് തിരകൂടി പെട്ടെന്ന് നമുക്ക് പോകണം അത്ര പെട്ടെന്ന് തോഞ്ഞോട്ടാ തിര കൂടിയിരിക്കണേ പെട്ടെന്ന് വേണ്ട അപ്പൊ ഇങ്ങോട്ടാണ് വരണം അങ്ങോട്ട് പോകണം അമ്മോ തിരകൂടി ഫാസ്റ്റ് ആക്കണേ ഓക്കെ അല്ലോ കൂട്ടിടിച്ച് തിരകൂടി തിര അടിക്കണം. അതിൻ്റെ അപ്പുറത്ത് ഭയങ്കര ഡേഞ്ചറാണ് സ്രാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്രാവിനെ കാണുകയാണെങ്കിൽ മോൾ ഭാഗത്ത് മറ്റേ പത്തി പോലെ ഇങ്ങനെ വരുമല്ലോ, അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോര്. അദ്ദേഹം വെള്ളം ഇളക്കാതെ നേരെ കൊണ്ട് പോരാൻ പറഞ്ഞു. ലക്ഷദ്വീപിൽ കയാക്കിങ്ങിലാണ്. നേരെ അങ്ങോട്ടെത്തണം, ഫ്രണ്ട്സിൻ്റെ അടുത്തെത്തണം. അവിടെ പോയാലോ? നമ്മുടെ നാട്ടിലൊക്കെ കട്ടനും മിച്ചർ ചിപ്സൊക്കെ ഇല്ലേ, ഇവിടെ വന്നതാണ്ട മാസ്മ. എന്താ സംഭവം? ചരണ്ടി എന്താ പറയാ, എത്ര ചാക്കുണ്ടാവും? 500 ഉണ്ടാവൂലേ? പല ആനുകൂല്യങ്ങളും ഒഴിവാക്കില്ലേ ഗവൺമെന്റ്? എങ്ങനെ? ലക്ഷദ്വീപിൽ വന്നാൽ ഇതാ ഊഞ്ഞാല് കാണാം. ഊഞ്ഞാല് കണ്ടോ? ഒന്ന് ഊഞ്ഞാലടിച്ചില്ല. ഊഞ്ഞാലല്ല ഊഞ്ഞാലടിയിട്ട് ട്രോളിനാണ് കണ്ടാ. അമ്മോ ബിരിയാണിയൊക്കെ സെറ്റാക്കി കൊടുക്കുന്നു കേട്ടോ. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളതാ ലക്ഷദ്വീപത്തെ രണ്ടാമത്തെ ദിവസം മോർണിംഗിൽ നമ്മളൊരു വാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മള് കടലോരങ്ങളൊക്കെ ഉഷാറായിട്ട് കടലിലേക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. ഹയാക്കിങ്ങിന് ഇറങ്ങാനുള്ള എല്ലാ പ്ലാനുകളും റെഡിയായിട്ട് അവർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടുത്തെ ജുമാ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ആളുകൾ രാവിലെ കടലിലേക്കൊന്നും ഇറങ്ങുന്നില്ല. ഏത് ചെമ്പ്? ഇവിടെ ചെമ്പ് ഇങ്ങോട്ട് പോയേക്കാം. ആടുകളൊക്കെ എന്താ ചെയ്യാറാ, കൂട്ടിലാക്കൂല. അവര് അതേമാർക്ക് നടക്കും, ഇതുപോലെ ഇങ്ങനെ നടക്കും. ഓടി എന്തിനാ ബിരിയാണി പരിപാടി ഉള്ളതല്ല, മൗലൂദ ബിരിയാണി പരിപാടിക്കുള്ളതല്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ്. എന്താ വെച്ചാല് ഇതില് പുഴുങ്ങിട്ട് ഉപ്പിട്ട് ടൂണ എന്നല്ല പറയല്, പുഴുങ്ങിട്ട് ഇവിടെ വെയിലത്ത് വെച്ചിട്ടാണ് മാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. അത് പല രാജ്യങ്ങളിലേക്ക് കയറി പോണ സാധനമാണ്. നല്ല റേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ 600-700 രൂപ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 600-700 മുകളിലുണ്ട്. പക്ഷെ 200 സംതിങ്ങിനൊക്കെ നമുക്ക് തരാന്ന് പറയുന്നുണ്ട് പോകുമ്പോ. അല്ല എന്താ പറയാ, അച്ചാറിടാൻ പറ്റിയ സാധനമല്ല ടൂണ. അച്ചാറിടാൻ മറ്റേത് മെയിനായിട്ട് ചെള്ളിയാക്കി വെക്കാം, നമ്മൾ പൊടിച്ച് വെച്ച് അത്ര കാലം അത് നിൽക്കൂട്ടോ. പലരും ഇവര് എന്താണ് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പച്ചക്ക് തിന്നാം. അതാണ് ഉണക്കമീനാണെങ്കിൽ കൂടി അത് പച്ചക്ക് നമുക്ക് വെറുതെ കഴിക്കാം. ടാർപ്പായില്ലേ അതിന്റെ അടിയിലൊക്കെ ടൂണായിട്ടോ. എന്തോ ഉണ്ട് ഇവിടെ, എന്തോ ഉണ്ട്. പോയട്ടെ. എന്താണ്
സംഭവം ചരണ്ടി ഒഴിവാക്കൂലേ? മീനിന്റെ മുള്ളൊക്കെ ഫുള്ള് ഒഴിവാക്കൂലേ? ഇവിടെ മെയിനായിട്ട് ഒരു 2 വലിയ ടൂണൊക്കെ ഇവിടെ 100 രൂപ കൊടുക്കും. ചിലപ്പോൾ 50 രൂപ ആവും. 2 25 രൂപ ഒന്ന് കിട്ടും. റേറ്റ് കമ്മിയാണ്. 25 രൂപ ഒന്നേ മതി. അത്ര വലുപ്പമുള്ള സാധനം. അതാണ് എവിടെ തിരിഞ്ഞാല് ടൂണ പുഴുങ്ങിയിട്ട് സംഭവം വലിയ ചെമ്പ് കേട്ടോ. പുഴുങ്ങിയിട്ട് ഇതെങ്ങനെ വെച്ചിക്കണോ, നിരത്തി വെച്ചിക്കണ. ആദ്യം പുഴുങ്ങും, ഇതിലിട്ട് പുഴുങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? എന്താ മുള്ളു ഒഴിവാക്കിയിട്ട് ഇതുപോലെ വേണ്ട ഇങ്ങനെ ഉണക്കും. എന്നിട്ട് അതിൻ്റെ അടിയിൽ കനൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ചെറിയ ചൂടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിക്കും. അതന്നെ ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ വേറെ കൂലിപ്പണിയോ അങ്ങനത്തെ പണികളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ കുറവാണ്. 2 വരുമാന മാർഗങ്ങളാണുള്ളത്. ഒന്ന് തേങ്ങ, മറ്റൊന്ന് ഈ ടൂണ. തെങ്ങിനും വളമൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അതാണ് അതാ തേങ്ങ കൊപ്പറാക്കി യൂസ് ചെയ്യാം. ഞങ്ങൾ മലപ്പുറം. ഇന്ന് പോണില്ല. ഇന്നലെ നമ്മള് ഒരു കട നിങ്ങളെ കാണിക്കാൻ മറന്ന്. എന്താന്ന് വെച്ചാല് നമ്മള് നൈറ്റ് മീനൊക്കെ ചുട്ടില്ലേ, മീൻ പിടിച്ചു, മീൻ ചുട്ടെടുത്ത കടകളാട്ടാ. അന്ന് നമ്മള് ഷിപ്പിന്ന് പരിചയപ്പെട്ടില്ലേ. പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടുകിട്ടിയപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ അത്രയും സഹായിച്ച അവരെ കടയായിട്ടത്. നൈറ്റ് ഭയങ്കര രസമാണ്. നൈറ്റ് വൈകിട്ട് അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തു. സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും മീൻ പിടിച്ചെന്ന്, മീൻ ചുട്ടെന്ന്, അതിലുള്ള പൊറാട്ട കാര്യങ്ങൾ മൊത്തം സെറ്റാക്കി തന്ന്. എന്നിട്ട് അതെല്ലാം നമുക്ക് സങ്കടമാവും. എന്നിട്ട് ക്യാഷ് എടുത്തിട്ട് വാങ്ങില്ല. പൊറാട്ട ഉള്ള സാധനങ്ങൾ മീൻ ചുട്ട് വന്ന്, മീൻ പിടിച്ചു തന്നതാ. നമ്മൾ ആ ബോട്ട് ആ ഷിപ്പിന്റെ അത്ര അടുത്ത് പോയിട്ടാണ് നമ്മള് പിടിച്ചത്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയാം. അപ്പോൾ അവയപ്പറ്റിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോയിട്ട് ഫുള്ള് ഉള്ളിൽ പോയിട്ട് പിടിച്ചു. നമുക്കതാ ഇപ്പോൾ നല്ല വെള്ളം ഉണ്ട്. അത് അവിടേക്ക് വരെ കയറിയിരിക്കണ്. പക്ഷെ നമ്മൾ നൈറ്റ് എന്ത് ചെയ്യുക, അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ മീൻ പിടിച്ചത്. അപ്പോൾ അവയപ്പറ്റിൻ്റെ മേലെ കൂടി നേരെ പോയിട്ട് മീൻ പിടിച്ച്. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അല്ലേ, ചാറ്റൽ മഴ ഉണ്ട് അല്ലേ. ഇവിടെ കറണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ? കൊപ്പരട്ടോ പൊങ്ങ് നിങ്ങളിങ്ങനെ വിൽക്കോ ഇവിടെ? തിന്നല്ലേ? എന്നാ ഓക്കെ, നമുക്ക് തിന്നാം ഒരു പീസ്. വിൽക്കുന്നല്ലോ. സ്റ്റേജിന്റെ അപ്പം പള്ളിയില. ഇവിടെ ജുമ നടത്തുന്ന എത്ര പള്ളിയുണ്ട്? 2 ഉണ്ട്. കഴിഞ്ഞവരും തുടങ്ങിയാണ് അറിയില്ല. നാട്ടിലാക്കാം ഇവിടെ തേങ്ങ എന്താ റേറ്റ്? 9 രൂപ. പൊളിക്കാത്ത ഞങ്ങളവിടെ 17 സ്കോളർഷിപ്പ് വരെ നമ്മളെ നാട്ടിലൊക്കെ വന്നിട്ട് പഠിക്കുമല്ലോ ഇവിടുത്തെ കുട്ടികള്. ഇപ്പൊ ഇല്ലല്ലേ? ആദ്യം ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഫുള്ള് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ കണ്ടാ നല്ല തിന്നുന്ന് അറിയാം. അതുകൊണ്ടാണ് അവിടെ വന്ന് തിന്നാൻ പറഞ്ഞത്. പല ആനുകൂല്യങ്ങളും ഒഴിവാക്കില്ലേ ചോമാര്? എങ്ങനെ? പ്രഫുൽ ബോഡോ പട്ടേല് വന്നതിന്റെ ശേഷം ആകെ സൂപ്പായിട്ടുണ്ടല്ലേ? കാണാം രാവിലെ തന്നെ
കട തേടി ഇറങ്ങിയതാ. അപ്പം എന്ത് ചെയ്യും, അവിടെ കണ്ടപ്പോൾ പൊങ്ങ കഴിച്ചു. ഷിപ്പിൽ നിന്ന് എന്ത് ചെയ്യാണ് ഇവര് നേരെ ചരക്ക് ഇങ്ങോട്ട് എത്തിക്കാണ് കേട്ടോ. ആ കാണുന്ന ചരക്ക് കപ്പൽ ആ ഷിപ്പിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക, അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും നേരെ അവിടെ കൊടുന്ന് ഇറക്കും. കഴിഞ്ഞ കപ്പൽ ഇന്നലെ അല്ലേ ഒന്ന്? ഇന്നലെ. ഇത് റേഷൻ അരി ആയിട്ട് അല്ലേ? റേഷൻ അരി. അത് ആ ഷിപ്പിൽ നിന്ന് നേരെ ഇതിനെന്താ പറയാ, ബാർക്ക്. ഏകദേശം എത്ര ചാക്ക് ഉണ്ടാവും? 500 ഉണ്ടാവും അല്ലേ? ഇവിടെ ഈ ദ്വീപിൽ ഇപ്പൊ ഏകദേശം എത്ര ജനങ്ങളുണ്ട്? 6000 ജനങ്ങളുണ്ട്. അപ്പൊ അവർക്കുള്ള അരിയാണല്ലോ അത്. ഈ അരിയും പിന്നെ ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും? പഞ്ചസാര. മറ്റേ റേഷൻ അപ്പൊ ഈ ഷിപ്പ് എത്ര ദിവസം ഇവിടെ നിൽക്കും? ഒരാഴ്ച ഉണ്ടാവില്ല. അങ്ങനെ ഓരോ സാധനങ്ങളും സെപ്പറേറ്റ് ഇറക്കുന്നല്ലേ? ഷിപ്പില് എല്ലാ സാധനങ്ങളും ഉണ്ടാവോ? നമ്മളെ ഈ ദ്വീപിലുള്ള ആവശ്യമുള്ള എല്ലാം ഉണ്ടാവില്ല. പിന്നെ വേറെ മഞ്ചൊക്കെ വരുന്നുണ്ട്. മഞ്ചൂര് കുറച്ച് സാധനമൊക്കെ വരും. ഇതിപ്പോ നമ്മളെ കേരളത്തിൽ നിന്നാണ്. ഇത് നമ്മളെ കേരളത്തിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ കൊച്ചിന്നല്ലേ? ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിക്ക് ഇവിടുന്ന് വെസൽ എന്നാണ് പറയുന്നത്. വെസൽ പറഞ്ഞ ഒരു ബോട്ട് ഉണ്ടാവും. ആ ബോട്ടിൽ ഇത്ര ആളുണ്ടാവും. അതിൻ്റെ ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നുണ്ടാവും. പോലീസ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. കടലിനോട് ചാരിട്ട് പഴയ കാലത്തുള്ളൊരു പള്ളി കേട്ടോ. പായ്ക്കപ്പൽ ഇവിടെ എന്താണ് പായ്ക്കപ്പൽ? അപ്പൊ അതോ കയാക്കിങ്ങിന്റെ ഏരിയയിൽ എത്തിട്ടോ നമുക്ക്. ഹായ് ഗായ്സ്, വാ വാ. 2 കുട്ടികളുണ്ട് അവിടെ. നമ്മൾ വിളിച്ചപ്പോ കുട്ടികൾ വരുന്നു. വാ കടലിൽ നീന്തി പോവാ. വാ ടാറ്റാ. നമുക്ക് പോകട്ടെ. കൈകോട്ട് വെയിലല്ലേ? വെയില്. അതിന് രാവിലെ വരാൻ പറഞ്ഞേ. നിങ്ങൾ എണീക്കണ്ടേ? രാവിലെ വരെ എണീക്കണില്ല. എന്താ ചെയ്യാ? ഇതെന്താ? ലക്ഷദ്വീപ് മാസ്. മാസ് ഇട്ടാ. ഞാൻ കഴിച്ചു. എടാ നമ്മുടെ നാട്ടിലൊക്കെ കട്ടനും മിച്ചറും ചിപ്സൊക്കെ ഇട്ടില്ലേ? ഇവിടെ വന്നതാണ്ടാ മാസ് എന്ന് പറയും. ഭയങ്കര പോസിറ്റീവ്. ഓ ഫോട്ടോഗ്രാഫർ സെക്യൂർ. അതൊന്നുമല്ല, അതാ എടുക്കുന്നത്. അതോ എടുക്കുന്നത് മെർസലാട്ടോ ആ കാണുന്നത്. ഇതിലാണ് നമുക്ക് പോവാനുള്ളത്. എങ്ങനെ ചോദിണ്ട്? എങ്ങനെ? കുഴപ്പമില്ല. ഇല്ല നിങ്ങൾ പറഞ്ഞാൽ മതി.
മറ്റേ മണലിൽ ടച്ച് ചെയ്യരുത്, ഇത് ഡാമേജ് ആവും. അപ്പൊ ഒരു സൈഡിലേക്ക് ടേൺ ഡബിൾ എത്ര ആയാലും കുഴപ്പമില്ല, ചെറുതായിട്ട് ഇതാവും. ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ. എന്താ നിങ്ങൾ വർക്ക് ചെയ്യണം? എവിടെ പുറത്തോ? ഞാൻ പുറത്ത് ഇതെന്താണ്? ഇതെന്താ മീന് പിടിക്കാനുള്ള? ഇല്ല, നമുക്ക് എന്തെങ്കിലും സാധനം തിന്നാനോ കുടിക്കാനോ അങ്ങനെ അതിൽ വെക്കാനുള്ള അല്ലേ? ഇതിൽ വെള്ളം നിൽക്കും, വെള്ളം പോകില്ല. ഓക്കെ, ഉണ്ട്. ഇല്ല, അകത്ത് വെള്ളം തരില്ല. നമ്മള് ജാക്കറ്റ് നീന്താനൊക്കെ അറിയാം, പക്ഷെ എന്നാലും സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമ്മള് ജാക്കറ്റ് യൂസ് ചെയ്യുന്നത്. കിട്ടില്ലേ? അത് ഇറങ്ങാൻ പറ്റൂല്? പോയിട്ട് പോരെ വണ്ടി ഇട്ടോ. സേഫ്റ്റി അതെ കേട്ടോ. ഇനി ഇവിടുന്ന് സാധനം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ സിംഗിൾ പസംഗ് ആയിട്ടാണ് പോകുന്നത്. സിംഗിൾ പസംഗ് അതിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യാം? നമ്മളതാ അങ്ങ് ദൂരെ ആ ബോട്ടൊക്കെ ഉണ്ടല്ലോ, അത്രയും ദൂരം വരെ നമുക്ക് പോകണം. ആകെ 2 മണിക്കൂറൊക്കെ ഉണ്ട് നമ്മൾ പോകാൻ. നമ്മളെന്തായാലും ഇതിലാവുമ്പോഴേ ഫോട്ടോ എടുക്കണം എല്ലാവരും. അപ്പൊ ഗായ്സ് നമ്മള് കയാക്കിങ് അങ്ങ് ദൂരെ ആ സിറ്റിന്റെ അടുത്ത് പോകുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ റെഡി 1 2 3 ഓക്കെ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. എന്താണ്? ദുന്നൂൻ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഇങ്ങോട്ട് വരുമ്പോ. പോയിട്ട് വരാം. ലക്ഷദ്വീപില് കയാക്കിങ്ങിലാണ്. അപ്പൊ നേരെ അങ്ങോട്ട് എത്തണം, ഫ്രണ്ട്സിന്റെ അടുത്തെത്തണം. അവിടെ പോയാലോ? അപ്പൊ ഗായ്സ് നമ്മളത് അങ്ങോട്ട് പോകാൻ നിൽക്കാം കേട്ടോ. അവിടെ ഉണ്ട് നമ്മളെ ഫ്രണ്ട്സുകൾ. അപ്പോൾ തുഴഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അവരെ അടുത്തേക്ക് എത്തണേ. നമുക്ക് ഏകദേശം ഈ കരയിൽ നിന്ന് കൊണ്ട് പോന്നിട്ടുള്ളൂ. അപ്പോൾ അത് അവരെ അടുത്തേക്ക് എത്തണം. അപ്പോൾ കേട്ടാ ഭയങ്കര വെയിൽ. അങ്ങനെ തുഴഞ്ഞിക്കാ ഇങ്ങനെ പോകണം. ഓ ഫുൾ പാട്ടാണല്ലോ, ഫുൾ സോങ്ങാണ്. Fine man, what about you? ഫുള്ള് തുഴഞ്ഞ് തീരണം. കടലിന്റെ നടുവിലാണ് മക്കളെ. ഖുർആനൊക്കെ ഉണ്ടാ കടലിന് അടുക്കെ പേടിച്ചിട്ട് അപ്പം ഖുർആനൊക്കെ ഓതണ എക്സ്പീരിയൻസ്. നീലക്കടലാ അടിയിലോട്ട് നോക്കിയാ കാണാണ്ടോ. എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് വേറെ ലെവല്. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും ഒന്നാണ്. കാലം പറഞ്ഞതും പൊള്ളാണ്. പൊള്ളല്ല പൊന്നെ ഉള്ളകമാകെ പൊള്ളുന്നു. ഇതിനെ പിടിക്കാൻ വരാണ്. എന്താ വഴി തെറ്റിപ്പോയി. ഇങ്ങോട്ട് വാടാ. അത്ര ധൈര്യമുള്ളവരാണ് ഇങ്ങോട്ട് വാടാ. വഴി തെറ്റിപ്പോയി. ഇന്നെ പിടിക്കാൻ പറ്റില്ല. ഇത് 2 മാന്തന്മാരുണ്ടായിട്ട് എന്നെ പിടിക്കാൻ പറ്റുന്നില്ല. ഗായ്സ് എന്നെ വീണ്ടും കിട്ടിയില്ല. തോറ്റ് പരാജയപ്പെട്ടു പോകുന്നു. വാടാ എന്റെ തൊടാൻ വാ. ഇങ്ങോട്ട് വാ. അത്രക്ക് വലിയ വെള്ളിയാണ്. വാ, ഞാൻ ചായ വാങ്ങിത്തരൂ. ഇന്നെ പിടിക്കാൻ പറ്റിയാണ് ചായ വാങ്ങിത്തരൂ. ഉറപ്പാ? 2 പേര് എന്നെ പിടിക്കാൻ വന്നാണ്. ഇതുവരെ പറ്റിയിട്ടില്ല. മന്ദപ്പന്മാര് 4 ആൾക്കാരുടെ എന്നെ പിടിക്കാൻ പറ്റില്ല. എന്താണ് നിങ്ങളെ കഥ? ഇപ്പോഴും പിടിക്കാൻ പറ്റില്ല. അവിടെ പറയാൻ പോയി. തോറ്റേ സക്കീർ തോറ്റേ.
നിസാമോ തോറ്റേ. പാണ്ടർ പോരട്ടോ. എടാ വാടാ, നേരിട്ട് വാടാ. ഗായ്സ് ഇന്നെ പിടിക്കാൻ വരണ്ട, ഇന്നെ പിടിക്കാൻ വരണ്ട. കിട്ടിയില്ലതാ. അങ്ങോട്ട് വളച്ചു തിരിച്ച് അങ്ങോട്ട് വാടാ. എന്ത് പറ്റി? എന്ത് പറ്റി? എങ്ങനെ വാടാ, തോൽപ്പിക്കാണ്ടെങ്ക വാ. കമോണ്ടാ. എന്റെ പിന്നാലെ വരുന്നു, പിടിക്കാൻ പറ്റാത്ത ഗായ്സ്. ഷിപ്പിനോട് അടുത്ത് കണ്ടോ, ഷിപ്പിനോട് അടുത്ത്. അവിടെ ഈ തിര അടിക്കണ അതിൻ്റെ അപ്പുറത്ത് ഭയങ്കര ഡേഞ്ചറാണ്. സ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്രാവിനെ കാണുകയാണെങ്കിൽ മോൾ ഭാഗത്ത് മറ്റേ പത്തി പോലെ ഇങ്ങനെ വരുമല്ലോ, അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോര്. അദ്ദേഹം വെള്ളം ഇളക്കാതെ നേരെ കൊണ്ട് പോരാൻ പറഞ്ഞ്. അത് അവിടെ ഉണ്ട്, അവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകണം. അതാ ഇവിടുന്ന് അങ്ങോട്ട് തൊയ്യണം. ഒറ്റ കൈയ്യേറ്റാണ് തൊയ്യുന്നത് കണ്ടോ. തൊയ്യാൻ ഭയങ്കര പാടാ, കൈയെല്ലാം കഴിയുന്നുണ്ട്. അടിയിലിതാ പവിയപ്പുറ്റ് കണ്ടോ, പവിയപ്പുറ്റ് കാണുന്നുണ്ട് അല്ലേ. നോക്കി മീനുണ്ടാവും ഇതിലൊക്കെ, നല്ല കളർ മീനൊക്കെ ഉണ്ടാവും, പലതരം മീനുകളാണ്. ഗായ്സ് ഭയങ്കര വെയിലാട്ടോ. ഞാൻ ക്യാൻസൽ ചെയ്തിട്ടാ, മത്സരം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ചായല്ലേട്ടാ. ആ അവിടെ ഒറ്റക്ക് പോയി അന്ന് ഇടിക്കല്ലേ. പാട്ട് എന്താ വിളിച്ചിരിക്കണേ. പോകരുതേ നീ നാടിന്റെ വെട്ടം കാണരുതേ, നടന്നപ്പോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ കവിളിൽ തലോടി ഈണം പാട്ടിനുള്ളിൽ കണ്ണീരില്ല കരയാൻ ആഗ്രഹമില്ല പിരിയാൻ ഭാഗ്യമില്ല. കോലെങ്കെ പോയി. മഞ്ഞ കോലാണോ? നല്ല തിര അടിക്കുന്നുണ്ട് കേട്ടോ. ഓ നല്ല തിര അടിക്കുന്നു. ഇനിയിപ്പോ തൊയ്യണ്ടല്ലോ, നേരായിട്ട് പോവല്ലോ. കാറ്റ്. നമുക്ക് യാത്ര വീണ്ടും തുടങ്ങാം ഗായ്സ്. ഇപ്പോൾ തിര അടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. തിരൻ്റെ അടുത്തെത്തിപ്പോൾ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഈ കല്ലൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അവർ വിളിക്കേണ്ടതാണ്, കാരണം തിര കൂടിക്കണടാ. ഞാൻ അടി നോക്കിയാട്ടാ, കല്ല് നോക്കിയപ്പോൾ എന്തോ സാധനം പോണായിരിക്കും. കല്ല് ലാസ്റ്റ് ഇവിടെയുള്ള കല്ല് ഇങ്ങോട്ടെത്തി. ആടൊക്കെ തിര കൂടി. എടാ വാ തിര കൂടി. അല്ലോ തിര കൂടി. അതന്നെ എന്ത് തിരിക്ക്. തിര കൂടി. അമ്മോ ഇടക്കാ തിര കൂട്ടിയിരിക്കും. അമ്മോ തിര കൂടി. ഡേഞ്ചറായി. പെട്ടെന്ന് തിരിച്ചു പോകണ്ട. തിര കൂടി. കായ് തിര കൂടി. പെട്ടെന്ന് നമുക്ക് പോകണം. അസർപ്പ പെട്ടെന്ന് തോഞ്ഞോട്ടാ. തിര കൂടിയിരിക്കണേ പെട്ടെന്ന് വേണ്ട. ഇപ്പൊ ഇങ്ങോട്ടാണ് വരണേ, അങ്ങോട്ട് പോകണം. അമ്മോ തിര കൂടി. ഫാസ്റ്റ് ആക്കണേ. സെക്കീര തിര കൂടിയിട്ടില്ല, പെട്ടെന്ന് പോയിക്കോ. ഞാൻ ഇവനെ സേഫ് ആക്കിട്ട് തരാം. പെട്ടെന്ന് വാ. ഇങ്ങോട്ട് വാ. നല്ല തിര കൂടിട്ടോ. വാ ജോക്കല്ലേ. എന്നാ വാ. ഓക്കെ. അല്ലോ കൂട്ടിടിച്ച്. തിര കൂടി. എനിക്ക് കുഴപ്പമില്ല. നിങ്ങള് പോയി. തിര കൂടി. പെട്ടെന്ന് പോ. തിര കൂടി. പെട്ടെന്ന് പോ. തിര കൂടിട്ടോ. തിര കൂടിന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ആ ഇതിപ്പോ എങ്ങട്ടാ? തിര കൂടി.
പെട്ടെന്നാണ് നമ്മളിങ്ങനെ കുറെ മുന്നോട്ട് പോയതിന്റെ ശേഷം അത്ര എന്താണ് ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കടലിന് പെട്ടെന്ന് കൂടി വെള്ളം കൂടി പോലെ തോന്നി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? തൊയ്യാതെ തന്നെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഉള്ളോട്ട് നമ്മളിപ്പോ ഏകദേശം അടിഭാഗമൊക്കെ കാണാം. നമുക്ക് ഈ പവയപ്പുറ്റൊക്കെ കാണാം. ഒരു തിര അടിക്കുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് വലിക്കണം. ഓരോ മിനിറ്റും ഇങ്ങനെ നമ്മൾ നോക്കുന്ന പവയപ്പുറ്റുകൾ വലിയ വലിയ പവയപ്പുറ്റുകളൊക്കെ അങ്ങോട്ടായി മാറാം. അപ്പോൾ എന്താന്ന് നോക്കിയപ്പോഴാണ് അങ്ങോട്ട് വലിയുന്നത്. ആ കപ്പലിൻ്റെ ഏകദേശം അതാ ആ കപ്പലിൻ്റെ അടുത്തെത്തി. ആ കപ്പലിൻ്റെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു തിര അടിക്കുന്നത്. അങ്ങോട്ട് വന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര പടത്തില്ല. ഇവരൊക്കെ വരേണ്ടി വരും. അപ്പോഴാണ് അത് ഭയങ്കര ഡേഞ്ചറായി ഫീൽ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു? നേരെ തിരിച്ച് ഇപ്പോൾ എപ്പോഴും ഈ പവയപ്പുറ്റൊക്കെ ശരിക്കും നോക്കിയാൽ കാണാൻ അങ്ങോട്ട് അതൊക്കെ ഇങ്ങോട്ട് വരുന്ന പോലെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണേ എത്തിയിട്ടാ ഭയങ്കര തിര അടിച്ചത്. അങ്ങോട്ട് വലിക്കുക, ഉള്ളിലോട്ട് വലിക്കുക. എല്ലാവരും ഇവിടെ തുഴഞ്ഞത് ഇങ്ങോട്ട് എത്തിയതാണ്. എല്ലാവരും പേടിച്ച്. അപ്പോൾ എല്ലാവരും കരയിലെത്തി. അപ്പോൾ കരയിലോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ. നമ്മൾ കയാക്കിങ് കഴിഞ്ഞു വരുമ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള സെറ്റപ്പാണ്. നല്ല നൈറ്റ് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാട്ടോ ഇവിടെ. നൈറ്റ് ഭയങ്കര ഫുഡും കാര്യങ്ങളാണ് ഇവിടെ. കണ്ടോ, മീൻ, ബിരിയാണി, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. നമ്മളെ റൂം അതാണ്. നല്ല ക്ഷീണമുണ്ട് അല്ലേ? ആ തിര അങ്ങോട്ട് അടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ അതിൽ പെട്ടുപോയി. ആകെ ക്ഷീണിച്ച്. നമ്മൾ അറിയുന്നില്ലല്ലോ കടലിൻ്റെ അങ്ങോട്ട് പോകണമെന്നത്. നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കാലിലൊക്കെ ഉണ്ടേ നല്ല പൊടി കേട്ടോ. ഒരു വെള്ള ഐറ്റം പൊടിയാണ്. പള്ളിയിലോട്ട് പോകാട്ടോ. പള്ളിയിലോട്ട് പോകണം. അപ്പോൾ അവിടെ ചോദിച്ചോ പറഞ്ഞു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. പക്ഷെ നമുക്ക് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളിലുള്ള ദ്വീപ്. അപ്പം അങ്ങേ അറ്റത്താണ്. അപ്പം അങ്ങോട്ട് പോയാണ്, ഓടുകയാണ്, അങ്ങോട്ട് ഓടുകയാണ്. ഇതൊരു പള്ളിയുണ്ട് ഇവിടെ നിസ്കാരമില്ല. അപ്പോൾ അവിടെ ആ പള്ളിയിലാണ് നിസ്കാരമുള്ളത്. മക്കാമുണ്ട്. അങ്ങോട്ട് പോകണം. ഇതാണ് പള്ളി. സെൽഫി അങ്ങ് ദൂരെ പോണാ? അപ്പം അത് വേറെ പള്ളിയാണ്. നമ്മൾ വേറെ പള്ളിക്ക് പോകാം. ഓടി സെൽഫി മോനെ സംസ്കരിക്കാനുള്ള പള്ളി തേടിയുള്ള യാത്രയാണ്. ഓക്കെ, ഒക്കെ നമ്മളെ ഓടിക്കൂടി കണ്ടം വഴി ഓടുകയാണ്. കേട്ടിട്ട് നിങ്ങൾ കണ്ടം വഴി തകരക്കറി കണ്ടം വഴി ഓടുക. ആട് ഓടല്ലേ, ഇങ്ങനെ വയ്യില്ല. ഇങ്ങനെ ഇല്ല അത് കടലെത്തി. ആണ്ടാ നീലക്കട അല്ലേ ഇടവയിലൂടെ സെക്യൂറിൻ്റെ ഓട്ടോ. ദ്വീപ് മൊത്തം ഓടി. കള ഹായ് ഇവിടെ ഏത് വീട്ടിൽ നിന്നും മറ്റേ വീട്ടിൽ പോകാൻ മതിലുകളൊന്നും ഇല്ല കേട്ടോ. ഇതേമാർക്ക് സിമ്പിളായിട്ട് കെട്ടിയത് മാത്രമേ ഉള്ളൂ. എങ്ങോട്ട് മുറിച്ച് കിടക്കാം. ഇവിടെ ഊഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് പോയാൽ ഊഞ്ഞാലാട്ടുമെന്ന് അല്ലേ? പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചിട്ടില്ല ലക്ഷദ്വീപ് പോയാൽ ഊഞ്ഞാലാട്ടി കളിക്കുന്നു. അതുപോലെ ഞാൻ പഠിച്ച 5ാം ക്ലാസ്സിലുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ നല്ല രസമുള്ള വീട്. പള്ളി എവിടെ? പള്ളി കാണുന്നില്ല. ഇവിടെ നിസ്കാരമില്ല അല്ലേ ഈ പള്ളിയിൽ? ഓക്കെ, മെയിൻ അങ്ങാടി ആട്ടെ. ഇവിടെ നമ്മുടെത്തെ സിറ്റിയാണിത്. ഇവിടുത്തെ സിറ്റിയാണ് ഈ റോഡ്. ഉണ്ടോ? 4 കൂട്ടിയ ജംഗ്ഷൻ, 3 കൂട്ടിയ ജംഗ്ഷൻ. ഷോപ്പൊക്കെ അടിച്ചിട്ട് വെള്ളിയാഴ്ച കൊണ്ട് ഷോപ്പൊക്കെ അടിച്ചു. ഒരു ATM കൗണ്ടറുണ്ട്. ATM ഉണ്ട്, കിൽത്താൻ ATM. അല്ലോട്ടെ 3 ആൾ കയറ്റുമോ? ഓക്കെ, കുറച്ച് പോട്ടെ. പിടിച്ചല്ലടാ.
للصراط ونصيبا من الجنة والفوز بالجنة والنجاة من النار اللهم അപ്പോൾ ഞങ്ങൾ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 6 പേര് ഇങ്ങനെ നടന്നു പോകുന്നു. എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? നമ്മൾ അലിയാരുടെ വീട്ടിലേക്ക്, നമ്മളെ കൊടുന്നല്ലോ, കൊടുന്ന അലിയാരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല ഫുഡ് അവിടെയാണെന്ന് പറഞ്ഞേക്കുന്നത്. നല്ല ഫുഡ് അവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്നൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ, അത് അവരുടെ ഉള്ളിലുള്ള സ്ഥലങ്ങളാട്ടോ. ഇങ്ങനെ നമുക്കേ നടക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇവിടെ എല്ലാവരും അറിഞ്ഞ്, എങ്ങനെ അറിഞ്ഞ്, അലിയാർ കൊടുന്ന ആളുകളാണ്. അപ്പോൾ എല്ലായിടത്തും അലിയാർ കൊടുന്ന 6 പേരല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും നമുക്കറിയാം അല്ലേ, അത്രക്കും കോയിനും പൂച്ചക്കും വരെ ഞങ്ങളറിയാം. അതാണ് അലിയാരുടെ ഫാത്തിമ ബീവിനെ കാണാൻ പോവുകയാണ്. അലിയാരുടെ ഫാമിലിനെ കാണാം. പിന്നെ അലിയാർ ആരാന്നാ പറഞ്ഞ നിന്റെ ഫ്രണ്ടടാ? നിന്റെ ഫ്രണ്ടോ? എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മോന്. അല്ല, ഫ്രണ്ടിൻ്റെ പേരെന്താ? നിഹാലിൻ്റെ അമ്മാവനാണത് അല്ലേ? ഓക്കെ. അപ്പം അമ്മാവൻ്റെ ചാറണ്ട നിഹാലിൻ്റെ വീടാട്ടത്. അപ്പം നിഹാലിനോട് താങ്ക്സ് പറയടാ. നിഹാലിനെ പറ്റി പറയും എങ്ങനെയാണ്. സ്പെഷ്യൽ താങ്ക്സ്. നിഹാലെ നിന്റെ വീട്ടിലായിട്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. നിഹാൽ മോനെ ഉച്ചഭക്ഷണം പോകുന്ന നജീമുദ്ദീൻ്റെ കല്യാണം കഴിഞ്ഞു. ഇവിടെ ആരോ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, പേര് എഴുതി, കല്യാണത്തിന് പേര് എഴുതി. ലക്ഷദ്വീപിൽ വന്നാൽ ഇതാ ഊഞ്ഞാൽ കാണാം. ഊഞ്ഞാൽ കണ്ടോ? ഒന്ന് ഊഞ്ഞാൽ അടിത്തരാം. ഊഞ്ഞാൽ അല്ല ഊഞ്ഞാലാട്ടാ. എല്ലാം ഇവിടെ എല്ലാ ദ്വീപിലും ഉണ്ടാവും ഊഞ്ഞാൽ. ഊഞ്ഞാലടിയിട്ട് ട്രോളിനാണ് കണ്ടാ. അമ്മോ ബിരിയാണിയൊക്കെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ. കണ്ടല്ല, ബിരിയാണിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു. അത്തയ്ക്ക് മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫോട്ടോ എടുത്തു തരുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടോ? സെക്യൂറല്ലേ? സെക്യൂറേ ഒക്കെ പോകണോ? പോകണല്ലേ? സെക്യൂറേ ഇവൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കണില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? അത് പറഞ്ഞിട്ട് ആരെ എന്താ ചരിത്രം എന്താണ്? ഏത് കപ്പൽ പൊളിഞ്ഞ് വന്ന് ആദ്യമായിട്ട് വന്നതാണോ? അതായത് ഫസ്റ്റ് വന്ന അങ്ങനൊന്നും ഇല്ലല്ലോ ഇവിടെ ദ്വീപിൽ. ആദ്യം ഫസ്റ്റ് വന്ന അങ്ങനെ എന്തെങ്കിലും ചരിത്രം ഉണ്ടോ? ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇങ്ങോട്ട് ഇവിടെ വന്നത്. അങ്ങനെ ഇവിടെ ഫസ്റ്റ് കൂടിയല്ലേ? അത് എവിടുന്ന് വന്നു? അതന്നെ അറബി നാട്ടിൽ നിന്നാ. ആന്ധ്രത്തില് ഒരു സ്ത്രീ വന്നീന്നാ നീന്തല 38 കിലോമീറ്റർ ഇവിടുന്ന് കടമത്തേക്ക് നീന്തില്ലേ? അപ്പം എസ്കോട്ട് നമ്മള് പോയി ആ സാധനമാണ് നമ്മള് നീന്തി പോയില്ലേ ആ സാധനം എസ്കോട്ട് പോയില്ല ബോട്ടും. അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീ ഇവിടുന്ന് 30 കിലോമീറ്റർ കടലിലൂടെ ഇംഗ്ലീഷുകാർക്ക് നമ്മളപ്പോ ഒന്ന് പോയില്ല. ഇംഗ്ലീഷുകാരിയാണോ? കർണാടകത്തിലുണ്ട് അത് നീന്തല് അല്ല. അപ്പൊ അങ്ങനെ മീനൊക്കെ വന്ന് പിടിക്കൂലേ? ഇവരാണ് എസ്കോട്ട് എടുത്തത്. നമ്മളൊന്നും പോയില്ല. തോണിയില്ല. അവരാണ് എസ്കോട്ട് പോയിരുന്നത്. 2 സൈഡില് എസ്കോട്ട് ഉണ്ടാവും അല്ലേ? എസ്കോട്ട് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് രാവിലെ 3 മണിക്ക് പുലർച്ചെ കാലൊക്കെ അങ്ങോട്ട് വെള്ളത്തിൽ പോയിട്ടുണ്ട്. കാണിച്ചു. അപ്പൊ എത്ര 28 കിലോമീറ്റർ എത്ര മണിക്കൂർ? ഒരു ദിവസം എടുത്തിട്ടുണ്ട്. ഒരു ദിവസം
പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ചില മീനെ കാണുമ്പോൾ ഇന്നലെ എൻ്റെ പാമ്പ് പോലെ സാധനമല്ലേ എന്താ അവരൊക്കെ കിടന്ന് ഓടി ഉള്ള മീന് വായ അങ്ങനെ അതുണ്ടൊന്നും അതേമാതിരി പാമ്പ് ബലൂൺ പോലെ വീർക്കുന്ന സാധനം. മീനൊക്കെ നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ അറ്റാക്ക് ചോര വന്നു. അപ്പോൾ അതാണ് പെട്ടെന്ന് വന്നത്. വലിയ മീന് കിട്ടി, പക്ഷെ പിടിച്ചിട്ട് അതിന്റെ ബാക്കിൽ വാള് പോലെ രണ്ടൊരു സാധനം ഉണ്ട് അടി. അപ്പൊ അവൻ എന്ത് ചെയ്ത് ഒരു ഇങ്ങനത്തെ ഒരു കളറ്, എന്നിട്ട് എന്ത് ചെയ്ത് അതിനെ ആ പുറ്റത്തന്നെ വെച്ച് തല രണ്ടടി എടുത്ത് എന്നിട്ട് ചത്തിട്ടില്ല. എന്നിട്ട് കവറിലിട്ടിട്ട് പിന്നെയും ചാടി. വെറൈറ്റി വെറൈറ്റി സാധനം എന്തൊക്കെ പിടിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്, കുറെ കക്കേരിക്കുമായിട്ടൊക്കെ. നമ്മള് വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ. നല്ല ഫുഡൊക്കെ കഴിച്ച് നിഹാലിൻ്റെ ഉമ്മ കേട്ടോ. അത് നിഹാലാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്.